ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു ഫോണ് അത് വെള്ളത്തിലോ മറ്റോ വീണിട്ടുണ്ടെങ്കിൽ, വെള്ളത്തിലോ മറ്റോ വീണ് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് നമുക്കിങ്ങനെ ഒരു പരിധി വരെ പഴയ അവസ്ഥയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് 1 മാസം 2 മാസം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്കിങ്ങനെ തിരിച്ച് കൊണ്ടുവരാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്ന കാര്യമില്ല, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലും കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളത്തിൽ വീണ ഫോണ് അതിന് വല്ല കംപ്ലൈൻറ്റ് മറ്റോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി അപ്പോൾ തന്നെ ചില ആളുകൾ എടുത്തിട്ട് അത് ഓൺ ചെയ്ത് നോക്കും. അതിന് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പ്രോബ്ലം വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ തന്നെ ആ ഒരു ഫോൺ എടുത്തിട്ട് ഓൺ ചെയ്ത് നോക്കും. അതുപോലെ തന്നെ വെള്ളത്തിൽ വീണ ഫോണിനകത്ത് വെള്ളം കയറി ആ വെള്ളത്തെ നീക്കം ചെയ്യാൻ വേണ്ടി പലരും ഫോണിനെ പാർട്സ് ആക്കി നമ്മുടെ സൂര്യപ്രകാശത്തിലും അതുപോലെ തന്നെ അടുപ്പിൽ തീർത്തിനടുത്തൊക്കെ കൊണ്ടുവയ്ക്കുന്നതൊക്കെ കാണപ്പെടുന്നു. നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റ് മണ്ടത്തരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം. കണ്ടിട്ട് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഫോൺ അറിയാതെ വെള്ളത്തിൽ മറ്റോ വീണ് പോയാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, വെള്ളത്തിൽ നിങ്ങളുടെ ഫോൺ വീണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങൾ ആ ഫോൺ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ബാറ്ററി റിമൂവ് ചെയ്തെടുക്കുക. അതായത് നിങ്ങൾ അതിൽ മറ്റൊരു പണിയും ചെയ്യാൻ പാടില്ല, ആ ഫോൺ ഓൺ ചെയ്യാൻ പോലും പാടില്ല. നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് അത് ഓൺ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ നിങ്ങളത് സ്വിച്ച് ഓഫ് ആക്കുക. ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്ത് മാറ്റുക. അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ വീണൊരു ഫോണിനകത്ത് തീർച്ചയായിട്ടും അതിൽ വെള്ളത്തിൻ്റെ കണികകളൊക്കെ കാണും. എന്ന് പറയുമ്പോൾ നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്ന ഭാഗത്ത് വരെ, അതായത് നമ്മുടെ ഫോണിൻ്റെ ബോർഡിനകത്ത് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ ഫോണിനകത്ത് വെള്ളം കയറി. അപ്പോൾ നമുക്കത് അറിയുക പോലുമില്ല, വെള്ളം ഇരുന്ന് കഴിഞ്ഞ് നമുക്കറിയുക പോലുമില്ല. അവസാനം മൊബൈൽ കംപ്ലൈൻ്റ് ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് നമ്മുടെ ഫോൺ കംപ്ലൈൻ്റ് ആയത്, വെള്ളത്തിൽ വീണ സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ എന്ത് പറ്റി? അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് റിപ്പയറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് മൊബൈൽ ഷോപ്പിൽ കൊണ്ടു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലയിടത്തും കണ്ടിട്ടുള്ള കാര്യമാണ്, ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, എൻ്റെ കൂട്ടുകാരും പലരും ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, നിങ്ങളൊരു പാത്രത്തിനകത്തോ അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു കവറിനകത്തോ അരി നിറയ്ക്കുക. അരി നിറച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ വെള്ളത്തിൽ വീണൊരു ഫോണ് അരിയിനകത്ത് താത്ത് വയ്ക്കുക. ഒരാഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഫോൺ എടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫോണിനകത്തുള്ള, അതായത് നമ്മുടെ ഫോണിനകത്ത് ബോർഡിനകത്തും അങ്ങനെയുള്ള എല്ലാ പാർട്സിലും കയറിയിരിക്കുന്ന വെള്ളത്തിൻ്റെ കണികകളെ നമ്മുടെ അരി വലിച്ചെടുത്ത് നമ്മുടെ ഫോണ് ക്ലീൻ ആക്കി എടുക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീ കത്തുന്ന അടുപ്പിൻ്റെ അടുത്തും അതുപോലെ തന്നെ വെയിലത്തും ഒന്നും കൊണ്ടുവയ്ക്കാതിരിക്കുക. സ്വന്തമായിട്ട് അഴിച്ച് പണി അറിയത്തില്ലെങ്കിൽ ആ പണി ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫോണിനകത്ത് ഇൻസേർട്ട് ആക്കിയിരിക്കുന്ന സിമ്മും മെമ്മറി കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോഴുള്ള ഫോണുകൾ, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഫോണുകളിലെല്ലാം ആ ഒരു ഫോണിൻ്റെ ബാക്കിൽ, അതായത് വാങ്ങിക്കുന്ന പെട്ടിയുടെ പുറകിലായിട്ട് വെണ്ടയ്ക്കാശരത്ത് എഴുതിയേക്കെന്ന് കാണാം വാട്ടർ പ്രൂഫ് എന്ന്, അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന്. നമ്മുടെ പല വാച്ചുകളിലും അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മെയ്ഡ് ഇൻ ചൈനയിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. വാട്ടർ റെസിസ്റ്റൻ്റ് ഉള്ള വാച്ചായാലും അല്ലാത്ത വാച്ചായാലും വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം പോക്കാണ്. അല്ലെങ്കിൽ അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വിലപിടിപ്പുള്ള വാച്ചുകളും കാര്യങ്ങളും ഫോണും ഒക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫോണുകളുടെ കേസിൽ പറയുകയാണെങ്കിൽ, എക്സ്പീരിയ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഫോണുകളാണെങ്കിൽ അത്ര വലിയ വിഷയമൊന്നും ഉണ്ടാകുകയില്ല. കാരണം ആ ഒരു ഫോൺ നിർമ്മിച്ചിരിക്കുന്നതിന് മെയിൻ ഉദ്ദേശം നല്ല രീതിയിലുള്ള ക്യാമറ ക്വാളിറ്റി അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റും ഒക്കെയാണ്. അതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനുള്ളിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. ലിമിറ്റ് കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നമാകും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതായത് നിങ്ങൾ ഫോൺ വെള്ളത്തിൽ വീണ ഉടനെ ഫോൺ എടുത്ത് അടുപ്പിൻ്റെ അവിടെ തീയത്ത് നിർത്ത് കൊണ്ടുവയ്ക്കുകയും അതുപോലെ തന്നെ സൂര്യപ്രകാശത്ത് കൊണ്ടുവയ്ക്കുകയും
അതുപോലെ തന്നെ ഓൺ ചെയ്ത് നോക്കുക, അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ ഞാൻ പറഞ്ഞ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഒരു വെള്ളത്തിൽ വീണ ഫോൺ നമുക്ക് കുറഞ്ഞത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കാരണം വെള്ളത്തിൽ വീണ ഒരു ഫോണിൽ ആ ഫോണിനകത്ത് നമുക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളത്തിൻ്റെ കണികകൾ അത് ബോർഡിനകത്ത് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ അത് കയറി സ്പ്രെഡായിട്ടിരിക്കും. അത് പിന്നീട് ഉപയോഗിച്ച് വരുമ്പോൾ അത് പിന്നെ തുരുമ്പിച്ച്, ഫോണിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലാണ്. അപ്പോൾ മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു പാർട്സ് എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു ചെറിയൊരു വെള്ളത്തുള്ളി ഉണ്ടെങ്കിലും അത് പിന്നീട് തുരുമ്പിക്കും. വെള്ളത്തിൽ വീണ ഒരു ഫോണ് 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ അങ്ങ് പോകും. ഡിസ്പ്ലേ പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഡിസ്പ്ലേക്കകത്തോട്ട് വെള്ളം ഇറങ്ങുകയും ആ ഒരു മോണിറ്ററിംഗ് ഇല്ലാതാവുകയും ചെയ്യും. അതിൻ്റെ തുടക്കം തന്നെ ആദ്യം കുറച്ച് ലൈൻസ് ഒക്കെ പാസ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേന് വൈറ്റ് കളറിൽ സ്ക്രീൻ നിൽക്കും. ഇതൊക്കെ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഗൈസ് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാതെ വെള്ളത്തിൽ വീണ ഫോൺ എടുത്തിട്ട് ഓൺ ചെയ്ത് നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം. മാക്സിമം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെള്ളത്തിൽ വീണ ഫോൺ ഓഫ് ചെയ്യുക. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുവിടുക, അവരത് റെഡിയാക്കിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയമായിരിക്കുന്നു. ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളൊക്കെ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലും കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇനിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.